ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സീരീസിൽ ഇന്ന് നമ്മളൊരു പേഴ്സണാലിറ്റീനെയാണ് പരിചയപ്പെടുത്തുക. ആ പേഴ്സണാലിറ്റിയുടെ പേര് റാണി ചെന്നമ്മ എന്നാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സ് ന്യൂസിലേക്ക് ഒന്ന് പോകാം. ന്യൂസിൽ നിന്ന് തുടങ്ങി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാം. കമ്മമറേറ്റിംഗ് 200 years of റാണി ചെന്നമ്മാസ് റിബല്യൻ against the British East India Company, several social groups across India have organized a national campaign, Nanu Rani Chennamma. That means I am Rani Chennamma too. ഓൺ 21 ഫെബ്രുവരി. അപ്പം ഫെബ്രുവരി 21 നാനു റാണി ചെന്നമ്മ എന്ന പേരിൽ ഒരു ഓൾ ഇന്ത്യ ക്യാമ്പയിൻ നടന്നു ടു കമ്മമറേറ്റ് ദ 200 years ഓഫ് റാണി ചെന്നമ്മാസ് റിബല്യൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ റാണി ചെന്നമ്മ നടത്തിയ റിബല്യന്റെ 200ാമത് വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിന് വളരെ വലിയ ഒരു സ്ഥാനം ഇന്ത്യൻ ഹിസ്റ്ററിയിലും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിലും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് റാണി ചെന്നമ്മയിലേക്ക് പോകാം. റാണി ചെന്നമ്മ ആരായിരുന്നു, എന്തുകൊണ്ടാണ് റാണി ചെന്നമ്മ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു റിബല്യനിൽ ഏർപ്പെടേണ്ടി വന്നത് എന്ന് നമുക്ക് നോക്കാം. റാണി ചെന്നമ്മ ഈസ് ദ വൈഫ് ഓഫ് രാജ മല്ല സർജ ഓഫ് കിട്ടൂർ, ഹു റൂൾഡ് ദ പ്രൊവിൻസ് അണ്ടിൽ 1816. അതായത് കിട്ടൂർ എന്ന് പറയുന്നത് ഇന്നത്തെ പ്രസന്റ് ഡേ കർണാടകയിലുള്ള ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു. അപ്പൊ കർണാടകയിലുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. അവിടുത്തെ രാജാവായിരുന്ന രാജ മല്ല സർജയുടെ വൈഫായിരുന്നു റാണി ചെന്നമ്മ എന്ന് പറയുന്നത്. കർണാടകക്കാരി തന്നെയാണ്. ലിംഗായത്ത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട റാണി ചെന്നമ്മയെ 15ാമത്തെ വയസ്സിൽ രാജ മല്ല സർജ വിവാഹം ചെയ്തു കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ രാജാവിന്റെ വൈഫായി റാണിയായി മാറി, റാണി ചെന്നമ്മയായി മാറി. After Malla Sarja's death in 1816, his eldest son Shivalinga Rudra Sarja ascended the throne. 1816 രാജ മല്ല സർജ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ശിവലിംഗ രുദ്ര സർജ അടുത്ത രാജാവായിട്ട് മാറി. പക്ഷേ ഈ ശിവലിംഗ രുദ്ര സർജ എന്ന് പറയുന്നത് ഒരു സിക്ക് ആയിട്ടുള്ള ഒരു ബോയ് ആയിരുന്നു. അതായത് ഒരുപാട് അസുഖങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ബോയ് ആയിരുന്നു. അധികകാലം അദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ശിവലിംഗ രുദ്ര സർജ മരണപ്പെടുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 1824 അദ്ദേഹത്തിന് ജനന സമയം മുതലുള്ള പല രോഗപീഠകൾ മൂലം അദ്ദേഹം യങ് സ്റ്റേജിൽ തന്നെ മരിച്ചു പോവുകയാണ്. അപ്പോൾ ശിവലിംഗ രുദ്ര മരിച്ചു പോകും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ റാണി ചെല്ലമ്മ ഒരു പയ്യനെ, ശിവലിംഗപ്പ എന്ന് പറയുന്ന ഒരു പയ്യനെ അഡോപ്റ്റ് ചെയ്തിരുന്നു അടുത്ത സക്സസർ ആയിട്ട്. ബിഫോർ ദ ഡെത്ത് ഓഫ് ശിവലിംഗ രുദ്ര സർജ ഇൻ 1824, റാണി ചെല്ലമ്മ അഡോപ്റ്റഡ് എ ചൈൽഡ് നെയ്മഡ് ശിവലിംഗപ്പ ആസ് ദ സക്സസർ. അപ്പൊ ശിവലിംഗപ്പ എന്ന ഒരു പയ്യനെ അടുത്ത സക്സസർ ആയിട്ട് റാണി ചെന്നമ്മ അഡോപ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ however the British East India Company refused to recognize ശിവലിംഗപ്പ ആസ് ദ സക്സസർ ഓഫ് ദ കിങ്ഡം. പക്ഷേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ശിവലിംഗപ്പയെ, അതായത് ഈ അഡോപ്റ്റഡ് സണ്ണിനെ ഈ കിങ്ഡത്തിന്റെ, ഈ നാട്ടുരാജ്യത്തിന്റെ അടുത്ത അനന്തരാവകാശിയായിട്ട്, സക്സസറായിട്ട് അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ നമ്മൾ ഹിസ്റ്ററിയിൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വരുന്നത് ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. ഇത് 1824 ആയുള്ളൂ. അതിനേക്കാളും ഒരു 10-20 വർഷത്തോളം പുറകിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷേ ഇതിനെ നമ്മുടെ ഡൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സിന്റെ ഒരു പ്രിഡിസിസർ ആയിട്ടാണ് കണക്കാക്കുക. ദിസ് ഈസ് സീൻ ആസ് എ പ്രിഡിസിസർ ഓഫ് ദ ലേറ്റർ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി. അപ്പൊ ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സിന്റെ ഒരു പ്രിഡിസിസർ ആയിട്ടാണ് ഈ പറയുന്ന റാണി ചെല്ലമ്മയുടെ മകനെ അല്ലെങ്കിൽ അഡോപ്റ്റഡ് സണ്ണെ അടുത്ത സക്സസർ ആക്കാൻ, ത്രോണിലേക്ക് അടുത്ത രാജാവാക്കാനായിട്ട് ആരംഗീകരിക്കാതിരുന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അംഗീകരിച്ചില്ല. അപ്പൊ ഡോക്ട്രിൻ ഓഫ് ലാപ്സിന്റെ ഒരു പ്രിഡിസിസർ ആയിരുന്നു ഈ ഒരു പ്രവൃത്തി എന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. ഇൻ 1824 a fleet of 20,000 British soldiers was positioned on the foothills of Kittur Fort as they attempted to invade the former princely state of Karnataka.
അപ്പൊ കിട്ടൂർ എന്ന് പറയുന്ന ഈ പ്രിൻസ്ലി സ്റ്റേറ്റ് പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അഡോപ്റ്റഡ് സണ്ണായ ശിവലിംഗപ്പയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് സൈന്യം ഈ പറയുന്ന കിട്ടൂർ ഫോർട്ട് വളഞ്ഞിരിക്കുകയാണ്. പക്ഷേ തന്റെ രാജ്യം ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അടിയറവ് പറയുവാനായിട്ട് റാണി ചെല്ലമ്മ തയ്യാറായിരുന്നില്ല. റാണി ചെല്ലമ്മ റീറ്റെയിൽഡ് ആൻഡ് കിൽഡ് ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽ ടു പ്രൊട്ടക്ട് ആൻഡ് സേഫ് ഹെർ ഹോം ലാൻഡ്. തന്റെ രാജ്യത്തിനെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വന്ന ബ്രിട്ടീഷ് ആർമിയുടെ തലവനെ അടക്കം പലരെയും റാണി ചെല്ലമ്മ കൊന്നുകളയുകയാണ് ഉണ്ടായത്, കിൽ ചെയ്യുകയാണ് ഉണ്ടായത്. റാണി ചെല്ലമ്മ ഒരു ട്രെയിൻഡ് മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. Trained in martial arts and military tactics, she was a formidable leader. She led her army into battle, employing guerrilla warfare tactics to surprise the British forces. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിനെ പ്രത്യാക്രമണങ്ങളിലൂടെ ഗെറില്ല വാർഫെയറിലൂടെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു ധീര വനിതയായിരുന്നു റാണി ചെല്ലമ്മ എന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ തുടക്കത്തിൽ ഈ ഫോർട്ട് പിടിച്ചെടുക്കാൻ നോക്കിയെങ്കിലും, കിട്ടൂർ ഫോർട്ട് പിടിച്ചെടുക്കാൻ നോക്കിയെങ്കിലും റാണി ചെല്ലമ്മ തിരിച്ചടച്ചു. ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ അടക്കം ഡയറക്റ്റ് വധിച്ചുകൊണ്ട് അവർക്കൊരു സർപ്രൈസിങ് അറ്റാക്ക്, കൗണ്ടർ അറ്റാക്ക് നടത്താനായിട്ട് റാണി ചെല്ലമ്മയ്ക്ക് സാധിച്ചു. The conflict lasted several days, but ultimately the British prevailed due to their superior firepower. പക്ഷേ ബ്രിട്ടീഷുകാരുടെ അവരുടെ സുപ്പീരിയർ ഫയർ പവർ കൊണ്ട്, അവർക്ക് തോക്കുകളും മറ്റ് ആധുനിക ആയുധങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഈ റാണി ചെല്ലമ്മയെ വാർ പ്രിസണറായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് അവർ മരണപ്പെടുകയുമാണ് ഉണ്ടായത്. അപ്പൊ ഈ റാണി ചെല്ലമ്മ എന്ന് പറയുന്നത് നമ്മൾ ഝാൻസി റാണിയെ കുറിച്ചൊക്കെ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത് പോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തന്റെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ധീരമായിട്ട് പോരാടിയ ഒരു ധീര വനിതയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ റാണി ചെല്ലമ്മയെ കുറിച്ച് അറിയേണ്ടത്. പക്ഷേ ഇനി ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് ഇത് പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നതാണ്. കാരണം ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് കണക്ട് ചെയ്തൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ റാണി ചെല്ലമ്മയെ കുറിച്ച് പറയുമ്പോൾ കണക്ട് ചെയ്ത് ആർട്ട് ആൻഡ് കൾച്ചറിൽ വരാൻ സാധ്യതയുള്ള ഒരു ടേമാണ് ലാവണി. ലാവണി എന്ന് പറയുന്നത് കർണാടകയിലും മഹാരാഷ്ട്രയിലും, ഒറിജിനലി മഹാരാഷ്ട്രീയൻ ഒറിജിനാണ്, മറാത്ത ഒറിജിനാണ്. ലാവണി എന്ന് പറയുന്ന ഒരു ഫോക്ക് ആർട്ടാണ്, അല്ലെങ്കിൽ ഫോക്ക് സോങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ നാടൻ പാട്ടുകൾ എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ. അപ്പൊ റാണി ചെല്ലമ്മയുടെ ധീരകൃത്യങ്ങൾ അല്ലെങ്കിൽ അപദാനങ്ങൾ പാടുന്ന ഒരുപാട് കന്നഡ ലാവണി ഫോക്ക് സോങ്ങുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ലാവണി ഫോക്ക് സോങ്സ് റാണി ചെല്ലമ്മയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലാവണി സോങ്സ് ഉണ്ട് കന്നഡ ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കുക. ആക്ച്വലി ലാവണി എന്ന് പറയുന്ന ഫോക്ക് ആർട്ട് ആക്ച്വലി റിലേറ്റഡ് ടു, അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, കന്നഡയിലുള്ള ഒരുപാട് ലാവണി ഫോക്ക് സോങ്സ് ഉണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഹീറോയിനാണ് റാണി ചെല്ലമ്മ എന്ന കാര്യം കൂടി ഓർക്കുക. ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ലാവണി എന്ന് പറയുന്നത് എന്താണെന്നൊരു ചോദ്യം വേണമെങ്കിൽ പറയാം. അതൊരു ഫോക്ക് സോങ് ആണ് അല്ലെങ്കിൽ ഫോക്ക് ആർട്ട് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.